നമ്മുടെ നാടിനെ, കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് ഇനി വിളിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇപ്പോൾ നമ്മുടെ നാട് എത്തിപ്പിടിച്ച നേട്ടം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. എത്രയോ ദശകങ്ങളായി കേരളത്തെ വിളിക്കുന്ന ഓമന പേരാണ് വ്യവസായങ്ങളുടെ ശവപ്പറമ്പ്. മുമ്പ് പല കാര്യങ്ങളിലും അങ്ങനെ തൊഴിൽ പണിമുടക്കും അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരു വ്യവസായ അനുകൂല സാഹചര്യം അന്തരീക്ഷം കേരളത്തിൽ കൊണ്ടുവരാൻ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷേ ബോധപൂർവം ഇപ്പോൾ സർക്കാരും അതുപോലുള്ള സംവിധാനങ്ങളും ആ മോശം ചിത്രം മാറ്റിയെടുക്കാൻ വളരെ കഠിന പരിശ്രമം നടത്തിയതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യവസായ സൗഹൃദ പട്ടികയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പക്ഷെ ഇതേപ്പറ്റി എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ അതിനെ ഒരു വലിയ നേട്ടമായിട്ട് എത്ര പേര് കാണുന്നു? ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങളിലല്ലാതെ നിഷ്പക്ഷമായോ കേരളത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയോ കാര്യമായ വാർത്തകൾ ഒരു മുഖ്യധാര മാധ്യമങ്ങളിലും വരാറില്ല. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം ചില സമയത്ത് അത്തരം ചില വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ അവർ കൊടുക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ദ ഹിന്ദു കൊടുക്കാറുണ്ട്. അതിനപ്പുറത്ത് മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും കേരളത്തിൻ്റെ ഇത്തരം നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചാനലുകളിൽ ചർച്ച നടത്തുകയോ അല്ലെ പത്രങ്ങൾ അതിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുകയോ ചെയ്യാതെ പിണറായി സർക്കാരിനോടുള്ള വിരോധം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ കളിക്കുന്നത് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. അപ്പോൾ എന്താണ് കണക്കുകൾ, ലേറ്റസ്റ്റ് കണക്കുകൾ? 2016 അതായത് പിണറായി 1-ാം സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 2016 വ്യവസായ സൗഹൃദ പട്ടികയിൽ, സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 28-ാം സ്ഥാനത്ത് വളരെ പിന്നിലായിരുന്നു. വളരെ പിന്നിൽ 28-ാം സ്ഥാനത്തായിരുന്നു കേരളം. 5 കൊല്ലം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൻ്റെ ചിത്രം വ്യവസായ ഭൂപടത്തിൽ കേരളം നിൽക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 28-ാം സ്ഥാനത്തായിരുന്നു. അതേസമയം 2021 ആകുമ്പോഴേക്കും പിണറായി 1-ാം സർക്കാർ കാലാവധി പൂർത്തിയാക്കി 2-ാം സർക്കാർ വീണ്ടും അധികാരത്തിൽ ഭരണ തുടർച്ചയിൽ വന്നപ്പോൾ 28-ാം സ്ഥാനത്തു നിന്ന് 2021 15-ാം സ്ഥാനത്തേക്ക് മുന്നേറാൻ കേരളത്തിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനം 5 കൊല്ലത്തെ 1-ാം പിണറായി സർക്കാർ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിൽ നടത്തിയ കഠിന പ്രയത്നമാണ്. അതുകൊണ്ടാണ് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് 1-ാം പിണറായി സർക്കാരിൻ്റെ. ഇപ്പം 2-ാം പിണറായി സർക്കാർ വന്നിട്ട് ഇപ്പോഴിവിടെ എന്തായി അവസ്ഥ? ഈ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 21 15-ാം സ്ഥാനത്ത് കുതിച്ച് എത്തി 28 നിന്ന്. ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ 1-ാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. 1-ാം റാങ്ക് കേരളം കരസ്ഥമാക്കിയിരിക്കുന്നു. ചെറിയ കാര്യമാണോ ഇത്? ഇതിനകത്ത് വ്യവസായ വകുപ്പിൻ്റെ കാര്യമായ പങ്കുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഏകോപനമുണ്ട്. വിവിധ പദ്ധതികൾ, സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ, വിദേശത്തു നിന്നും കമ്പനികളെ എത്തിക്കുന്നതിൽ, സ്വദേശത്ത് നിന്ന് പുതിയ സ്റ്റാർട്ടപ്പുകളും മറ്റു വ്യവസായങ്ങളും IT പാർക്കിലും മറ്റ് പാർക്കുകളിലൊക്കെ തുടങ്ങുന്നതിലും ഒക്കെ ഗവൺമെൻറ്റും അതേപോലെ വ്യവസായ വകുപ്പും പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി P രാജീവിൻ്റെ നീക്കങ്ങൾ, പ്രവർത്തനങ്ങൾ, വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, 1-ാം പിണറായി സർക്കാരിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ആ ഒരു സംവിധാനത്തിൻ്റെ മികവ്, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ കേരളം വെറും 8 കൊല്ലം കൊണ്ട് 28 നിന്ന് 1-ാം റാങ്കിലേക്ക് കുതിച്ചെത്തിയത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് നടപ്പാക്കിയ ചില സംഭവങ്ങൾ, മീറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് പരിപാടി, അതുപോലെ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കുന്ന നിയമം കൊണ്ടുവന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അതായത് വ്യവസായ സംരംഭകർക്ക് അവരുടെ ഫയലുകളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തിട്ട് നിയമവിധേയമായിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ വെച്ച് താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കുന്ന നിയമം പിണറായി സർക്കാർ കൊണ്ടുവന്നു. അത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കേരള ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രമോഷൻ വിവിധ മേഖലകളിൽ, അതുകൂടാതെ 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ എന്ന മുദ്രാവാക്യം പ്രോഗ്രാം
പരിപാടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. ഒരു വർഷം 1,00,000 വ്യവസായ സംരംഭങ്ങൾ. അത് ആദ്യ വർഷം തന്നെ ആ ടാർഗറ്റ് മറികടന്നിട്ട് 1,39,839 സംരംഭങ്ങളുണ്ടായി. സർക്കാർ ലക്ഷ്യം വെച്ചത് 1,00,000. പക്ഷേ യഥാർത്ഥത്തിൽ വന്നത്, നടപ്പായത്, സ്ഥാപിക്കപ്പെട്ടത് 1,39,000 പരം. ആദ്യ വർഷത്തെ പ്രതികരണമാണ്. രണ്ടാം വർഷം നടപ്പായത് സംരംഭങ്ങൾ വന്നത് 1,03,596. 1,00,000 മുകളിൽ പോയി, ടാർഗറ്റ് മുകളിൽ പോയി. ഇപ്പോൾ മൂന്നാം വർഷം, അതായത് പിണറായി രണ്ടാം സർക്കാർ നടപ്പാക്കിയതാണ് ഈ പറയുന്ന ഒരു വർഷം 1,00,000 സംരംഭങ്ങൾ. ഇപ്പം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതേവരെ 40,278 വ്യവസായ സംരംഭങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് ചെറിയ നേട്ടമാണ് നമ്മൾ തോന്നുന്നുണ്ട് നമുക്ക്. അങ്ങനെ മൊത്തം 2.5 വർഷം കഴിയുമ്പോൾ ഈ രണ്ടാം ഗവൺമെൻറ് 2,80,000 പരം പുതിയ വ്യവസായ സംരംഭങ്ങൾ വന്നിരിക്കുന്നു. ആ ലക്ഷ്യം മറികടന്നുള്ള നേട്ടമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, നമ്മുടെ മാധ്യമങ്ങൾ? അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇനി ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് ഓർത്തു പോകുന്നത് നമ്മുടെ കിറ്റക്സ് MD സാബു M. ജേക്കബിൻ്റെ ചില കാര്യങ്ങളാണ്. അദ്ദേഹം തെലങ്കാനയിലേക്ക് ഇവിടുന്നെല്ലാം പലിശ കൊണ്ടുപോയി 10,350 കോടി രൂപയുടെ നിക്ഷേപം അവിടെ കൊണ്ടുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ വ്യവസായ മന്ത്രി P. രാജീവിനെയും അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി വിമർശിച്ചു. ഞാനിതാ കേരളം വിട്ടു പോകുന്നു. അപ്പോൾ ഇപ്പം അദ്ദേഹം കേരളം വിട്ടുപോയി, അദ്ദേഹം അവിടെ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേരളത്തെ അപമാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ കിറ്റക്സിൻ്റെ വേരുകൾ പറിച്ച് തെലങ്കാനയിലേക്ക് നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ, കേരളത്തിൽ നിക്ഷേപ സൗഹൃദമില്ല, കേരളത്തിൽ നിക്ഷേപ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, പുതിയത് തുടങ്ങാൻ പറ്റില്ല, ഞാനിതുകൊണ്ട് എന്നെ ദ്രോഹിക്കുകയാണ്, ഞാനതുകൊണ്ട് ഇവിടം വിട്ടു പോകുന്നു, ഞാൻ തെലങ്കാനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കേരളത്തെ ആക്ഷേപിച്ചിട്ട് പോയ വ്യവസായിയാണ് സാബു M. ജേക്കബും അദ്ദേഹത്തിൻ്റെ കിറ്റക്സ് ഗ്രൂപ്പും. ഇപ്പം ഞങ്ങൾ ചോദിക്കട്ടെ, സാബു M. ജേക്കബെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം സ്ഥാനം നിക്ഷേപ സൗഹൃദത്തിലെ വ്യവസായ സൗഹൃദത്തിൽ കേരളം നേടിയിരിക്കുന്നു. കേരളം വിട്ട് കേരളത്തെ ആക്ഷേപിച്ചു പോയ സാബു M. ജേക്കബിനും കിറ്റക്സിനും ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അതൊരു വശത്ത്. 2, കേരളത്തോടുള്ള ചിറ്റമ്മ നയത്തിന് ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്നുള്ള സമീപനത്തിൽ യാതൊരു മാറ്റമില്ല. വയനാട് ദുരന്തം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി വളരെ വൈകിയാണെങ്കിലും വയനാട്ടിൽ വന്ന് സന്ദർശനം നടത്തി, ദുരിതബാധിത മേഖലയിൽ പോയി, ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം പോയി. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തോട് വിഷയങ്ങൾ അവതരിപ്പിച്ചു, മറ്റുദ്യോഗസ്ഥർ അവതരിപ്പിച്ചു, മന്ത്രിമാർ. അന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടത് വയനാടിനെ പുനർനിർമ്മിക്കാൻ 2,000 കോടി രൂപ വേണമെന്നാണ്. അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ കണക്ക് വെച്ചിട്ട് ഗ്രാമങ്ങളെല്ലാം, ഒരു ടൗണും എല്ലാം ഒലിച്ചു പോയി, എത്രയോ മരണങ്ങൾ, എത്രയോ വീടുകളില്ലാണ്ടായി, എത്രയോ പേർക്ക് ജോലി ചെയ്തവർക്ക് ജോലിയില്ലാണ്ടായി, വരുമാനമില്ലാണ്ടായി, ഭൂമിയില്ലാണ്ടായി. അപ്പോൾ ഇതെല്ലാം പുനർനിർമ്മിക്കാൻ 2,000 കോടി രൂപയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. ഞങ്ങൾക്ക് ഇത്രയെങ്കിലും കിട്ടണം, എത്രയും വേഗം. ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പം തരുമെന്ന് പോലും പറയുന്നില്ല. അതേസമയം വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് മഴ അങ്ങോട്ട് തെക്കോട്ട് വടക്കോട്ട് പോയപ്പോൾ ആന്ധ്രയിൽ വലിയ പ്രളയം ഉണ്ടായി, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പെട്ടെന്ന് ആന്ധ്രയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ 2,500-ലധികം കോടി രൂപ അനുവദിച്ചു. എങ്ങനെയുണ്ട്? ആദ്യം വയനാട്ടിലല്ല അനുവദിക്കേണ്ടത്, വയനാട് കഴിഞ്ഞാണല്ലോ ആന്ധ്രയിലെ പ്രളയ ദുരിതം ഉണ്ടായത്. പക്ഷെ അവിടെ പെട്ടെന്ന് റെസ്പോൺസ് വന്നു, പ്രതികരണം വന്നു. പെട്ടെന്ന് 2,500 കോടിയിൽ പരം രൂപ കേന്ദ്രത്തിൽ നിന്ന് ആന്ധ്രയ്ക്ക് പ്രളയ സഹായ നിധിയായിട്ട് സഹായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്താ കാര്യം? നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ആരൊക്കെയാണ്? 2 കക്ഷികൾ, ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയും നിതീഷ് കുമാറിൻ്റെ ജനതാദളും, ബീഹാറിലെ യുണൈറ്റഡ്. അപ്പോൾ താങ്ങ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കഴുക്കൂല് ഉരുക്കൊണ്ടെങ്കിൽ വല്ല തൂണങ്ങ് ഉരുക്കൊണ്ട് പോകും. ആരും നായിഡു, TDP. മന്ത്രിസഭ ഠോ എന്ന് താഴെ വീഴും എന്ന് മോദിക്കറിയാം, BJPക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്തു?
പ്രളയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സഹായം പ്രഖ്യാപിച്ചു 2500 കോടി രൂപ. വയനാട്ടിലെ ജനങ്ങൾ കേഴുകയാണ്, സർക്കാർ കേഴുകയാണ്. സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുകയാണ് ഈ നാടിനെ പുനർനിർമ്മിക്കാൻ. കേന്ദ്രത്തിൻ്റെ ഈ സമീപനമുണ്ടല്ലോ, ഇതിനെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? ആന്ധ്രയ്ക്ക് വാരിക്കോരി കൊടുക്കുക പ്രളയത്തിലും. അതിനേക്കാൾ വലിയ ദുരന്തം വയനാട്ടിൽ കേരളത്തിലുണ്ടായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായമില്ല, സാമ്പത്തിക സഹായം. ഇത്രയും വിവേചനപരമായിട്ടൊരു ഗവൺമെന്റിന് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കേരളം നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാമതായത് ഔദാര്യമല്ല. പഠനങ്ങൾ പലതും നടന്നു. ഓരോ സംസ്ഥാനങ്ങളിലെയും വ്യവസായ സൗഹൃദ അന്തരീക്ഷം പഠിച്ചു. കേരളം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ കേരളം 1ാം സ്ഥാനത്ത് വന്നു എന്ന് കേന്ദ്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ കേരളത്തിന് പ്രളയം വന്നപ്പോൾ അന്ന് 5 പൈസ അവർ കൊടുത്തേക്ക്, അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കാതെ സ്വന്തം ഭരണം നിലനിർത്താൻ വേണ്ടി ആന്ധ്രയിലേക്ക് വാരിക്കോരി കൊടുക്കുന്ന ഇതൊരു ദേശീയ സർക്കാരാണോ? ഇതൊരു ഫെഡറൽ ഗവൺമെന്റ് ആണോ? അതോ യൂണിയൻ ഗവൺമെന്റ് ആണോ? ഇതൊരു കേന്ദ്ര സർക്കാരാണോ? ഒക്കെ സംശയം തോന്നിപ്പോവുകയാണ് ഇതിൻ്റെ ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമീപനം കാണുമ്പോൾ. അതുകൊണ്ട് ഇനി മുതൽ കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പല്ല, വ്യവസായ സൗഹൃദ പറമ്പാണ് എന്നതാണ് നമ്മുടെ അടുത്ത മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നത്.